കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു. ആദർശിനാട് ആകെപ്പാട് ടെൻഷൻ ആയിപ്പോയി. നയനയെ സ്നേഹിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ആയിപ്പോയി ആദർശിന്. ഒരു വസ്ത ആദർശിന്റെ മനസാക്ഷി ആദർശിന്റെ തന്നെ കുത്താനായിട്ട് തുടങ്ങി. ഈ സമയം ആദർശിന് സ്നേഹം കാണിക്കണമെന്നുണ്ട് നയനയോട്. പക്ഷേങ്കിൽ എന്തോ അങ്ങനെ സ്നേഹം കാണിക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേനും ആദർശിനെ എന്തോ ഒന്ന് പുറകിലേക്ക് വലിക്കുന്ന പോലെ, പുറകോട്ട് വലിക്കുന്ന പോലെ ആദർശിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നയനയ്ക്ക് രാത്രി ആകെപ്പാടെ കൺഫ്യൂഷനായിരുന്നു. ഈ ആദർശന് രണ്ട് മുഖമുണ്ടോ? ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചില സമയത്ത് നല്ല സ്നേഹം അഭിനയിക്കും. ഈ താൻ ഏതാ വിശ്വസിക്കണ്ടേ എന്നൊക്കെ ഓർത്തോട്ട് നയന കിടന്നുറങ്ങുവാണ്. ഈ സമയം നന്ദു ആകെപ്പാട് ടെൻഷനിലായിരുന്നു. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. തന്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ തനിക്കും അവനെ ഇഷ്ടമോ. ഇപ്പോഴാണെങ്കിലും അവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ കോളും കട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ഓർത്തിരിഞ്ഞ് കഴിയപ്പത്തിനും നന്ദുവിന് ഫോൺ ബെല്ലടിക്കുകയാണ്. നന്ദു എടുത്ത് അനിയാണ്. വേണ്ട, കോൾ എടുക്കണ്ട, വെറുതെ എന്തിനാ ഇനി കോൾ എടുത്ത് ഇനി ഇപ്പോൾ കൊളാക്കണേ. ഇതെങ്ങാനും അച്ഛൻ കണ്ടിട്ടുണ്ട് അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. ഈ സമയത്ത് സംസാരിക്കുന്നുണ്ട. നന്ദു പിന്നെ കോൾ എടുക്കാനേ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പത്തിനും ഒരു വോയിസ് മെസ്സേജ് വരുന്നേ. നോക്കിയപ്പോൾ അനിയുടെയാ. എനിക്ക് നിന്നെ കാണണം, ഞാൻ ഈ രാത്രിയിൽ അങ്ങോട്ട് വരുവാ, നീ പുറത്തേക്കൊന്ന് ഇറങ്ങി വാ നന്ദു എന്നും പറഞ്ഞു. നന്ദുവിന് ആ പട വെപ്രാളം. ഇനി എന്ത് ചെയ്യും? ഈ രാത്രിയിൽ എങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നേ? ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി, അതോടുകൂടി. പക്ഷേങ്കിൽ ഇനിയിപ്പം എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അനി വന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിലോ? അതോർത്ത് ടെൻഷനായിപ്പോയി. എന്ത് ചെയ്യണം? ഇറങ്ങി പോകണോ പോകണ്ടയോ? രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നന്ദു എന്ത് ചെയ്യുവാണ്? അതൊക്കെ കഥവ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അനിയാണെങ്കിൽ ഒരു കുടയൊക്കെ ചൂടി വന്ന് അകത്തേക്ക് വന്നു. പതുക്കെ ഗേറ്റൊക്കെ തുറന്ന് അകത്തേക്ക് വരുവാണ്. എന്താ എന്താ അനി രാത്രി കാണണമെന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അനി ഇങ്ങനെയൊന്നും വരില്ല. അത് മാത്രമല്ല, എനിക്ക് നിന്നോട് കൂടുതൽ സംസാരിക്കാനില്ല. എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നീ പൊക്കോ. ഫോൺ എടുത്തിട്ട് നീ കോൾ എടുത്ത് സംസാരിക്കത്തില്ല, അപ്പം തന്നെ വെച്ചിട്ട് പോകും. എനിക്ക് പറയാനുള്ള കാര്യം കേൾക്കാൻ പോലും നീ കൂട്ടാക്കത്തില്ല. അതാ കാണണമെന്ന് പറഞ്ഞേ. അത് നീ രാത്രിയിലാണോ? പകൽ എന്തുവാണ് സംസാരിക്കാമെന്ന് പറയാം. പകൽ നീ എൻ്റെ അടിയിലേക്ക് വരത്തില്ലല്ലോ, പകല് വിളിച്ചാലും വരത്തില്ല. അതുകൊണ്ടാന്ന് എന്ത് കാര്യമാ? പെട്ടെന്ന് എന്താണെങ്കിലും പറ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം പറയോ? എന്ത് കാര്യാ അത് പറ. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിക്കുക. ഒരു നിമിഷം നന്ദു ഒന്ന് വല്ലാതെയായി. എന്ത് മറുപടി പറയണം? ഇനിയിപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അനാമികയായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഈ സമയം നന്ദു പറഞ്ഞു, അതിനകത്ത് ഇപ്പം ഞാൻ എന്താ അനിയോട് പറയണ്ടേ? അതിപ്പം ഞാൻ ആ കാര്യം പറയുന്നതിൽ പ്രസക്തിയല്ലോ എന്ന് പറയാം. അനിയനിപ്പം ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഞാൻ കാണുന്നില്ല. എൻ്റെ നയനേച്ചി എന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബത്തിലെ കൊച്ചുമക്കളിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ളത് അനിക്കാന്ന്. പിന്നെ ഞാനിതിനെ അനിയനെ വെറുക്കണ്ടേ? അങ്ങനെയല്ല, എൻ്റെ മനസ്സ് മുഴുവൻ നന്ദുവാ. ഇപ്പോഴും അതെ. എനിക്ക് ഇനിയും തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കെന്തോ കല്യാണമായിട്ട് ഇത്രയായിട്ട് പോലും, കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് ഇത്രയായിട്ട് പോലും എനിക്ക് അനാമയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ല. എനിക്കറിയില്ല നന്ദു, നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞുതരാൻ പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞേ, ഇങ്ങനെയൊന്നും പറയരുതേ നീ. നീ ഇപ്പൊ ഇനി ഇവിടെ നിൽക്കണ്ട, ആരെങ്കിലും കണ്ടിട്ടുണ്ടേ അത് പ്രശ്നമാവെന്ന് പറയണം. വേണ്ട, നീ എനിക്കൊരു ആൻസർ താ. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അവസാനം നന്ദു പറഞ്ഞു, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ അനിയനെ, പക്ഷെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഇനി അനാമികനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടതും എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, അച്ഛനെങ്ങാനും ഇറങ്ങി വരുന്നതിന് മുമ്പ് പോകാൻ പറയാണ്. പിന്നീട് അനി അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടപ്പോഴത്തേനും നന്ദുവിന് വല്ലാത്ത സങ്കടം വന്നു. നന്ദു അകത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ നന്ദു അകത്തേക്ക് കയറി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദു പൊട്ടിക്കരയുക. പെട്ടെന്ന് നന്ദു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ആ നന്ദുവിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അനി രാത്രി വരുന്നതൊക്കെ. പക്ഷെ അനിയെക്കുറിച്ചുള്ള ചിന്തകളിൽ കിടന്നുകൊണ്ടാണ് അങ്ങനെ നന്ദു ഒരു സ്വപ്നം കണ്ടത് തന്നെ. പിന്നീട് നന്ദു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടൊന്നും നന്ദുവിന് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടപ്പം ഗോവിന്ദൻ അങ്ങോട്ട്, എന്താ നിനക്ക് എന്തായാലും പ്രശ്നമുണ്ടോ? എന്ത് പറ്റി മോളെന്ന് ചോദിക്കണേ? ഒന്നുമില്ല അച്ഛാ, അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടാണെന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, അമ്മ നവ്യേച്ചിനെ നോക്കാൻ പോയേക്കല്ലേ, എനിക്ക് അറിയാന്ന് പറയണം. അല്ല, ഇനി വേറെ വല്ല പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, അനിയുടെ കാര്യം എടുത്തിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. അച്ഛൻ അതോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ആ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഞാൻ അനിയെ സ്നേഹിച്ചിരുന്നു. അച്ഛനൊക്കെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ആ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ അനാമിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അനി എൻ്റെ മനസ്സിൽ നിന്ന് പോയ അച്ഛാ. ഇനി ഒരിക്കലും ഞാൻ അനിയുടെ പുറകെ പോകത്തില്ല. അച്ഛൻ ധൈര്യമായിട്ടിരുന്നു. അങ്ങനെ ഒരു വഞ്ചന ഒരിക്കലും അച്ഛനെ മോള് ചെയ്യത്തില്ലെന്ന് പറയാം.
എന്നാലും മോളെ എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിനക്കറിയാലോ ബാക്കി രണ്ട് നിന്റെ ചേച്ചിമാർ അവിടെയാ. പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണെന്ന് മോൾക്കറിയാലോ. അതുകൊണ്ട് ഒരു മകളെ കൂടി കുരുതി കൊടുക്കാനായിട്ട് ഈ അച്ഛന് സാധിക്കില്ല. എനിക്ക് 3 മക്കളല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിനി പയ്യ മോളെ. അതുകൊണ്ടാ നിന്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുന്നേ. അച്ഛൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഈ അച്ഛൻ എന്തൊക്കെയാ പറയണേ? എനിക്ക് അങ്ങനെ സങ്കടമൊന്നും ഇല്ല അച്ഛാന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ഗോവിന്ദൻ അറിയാം നന്ദു സങ്കടമില്ലെന്ന് പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സറിയാൻ പറ്റുന്നുണ്ട്. അവളുടെ ആ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. തങ്ങളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവള് പറയണേ. പക്ഷെ അവളുടെ ചങ്കിനകത്ത് തീയാന്നുള്ള കാര്യം ഗോവിന്ദന് മനസ്സിലായി. പിന്നീട് കനക വിളിക്കുന്നുണ്ട് ഗോവിന്ദനെ വിളി സംസാരിക്കുമ്പോൾ കനക ഗോവിന്ദനോട് എങ്ങനെയുണ്ട് നന്ദു എന്തെടുക്കുവാന്ന് ചോദിക്കണം. അതെ അവൾക്ക് ഭയങ്കര വിഷമോ അതെന്താണെന്നറിയത്തില്ല. അവൾ എന്നോട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ വിഷമം എന്താന്നൊക്കെയുള്ളേ. ശരി ഗോവിന്ദൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അറിയാലോ ഈ പ്രായമാ, എന്തും ചെയ്യാൻ പഠിക്കാത്ത പ്രായം. ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് ചിലപ്പോൾ പിള്ളേരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കളയെന്ന് പറയണേ. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നന്ദു അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാം. വിശ്വാസമൊക്കെ ശരി തന്നെ എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ അല്ലല്ലോ എന്ന് പറയാം. ശരിയെന്നും പറഞ്ഞ് ഫോൺ വെക്കുവാണ്. പിന്നീട് കനക എന്ത് ചെയ്യണം, രാവിലെ തന്നെ കോഫിയൊക്കെ എടുത്തു. കോഫിയൊക്കെ ആയിട്ട് നേരെ ആദർശിന്റെ നയനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ നയന് വന്നേപ്പിനെ കനക വന്നേപ്പിനെ നയനക്കൊക്കെ രാവിലെ കോഫിയും കൊണ്ട് ചെല്ലുന്ന. അങ്ങനെ മുറിയിലേക്ക് എന്ന് കഥയൊക്കെ തടിക്ക് മുറി ചാരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കയറി ചെല്ലുമ്പോൾ നയനെ കാണുന്നില്ല. അപ്പൊ നയന ബാത്റൂമിലായിരുന്നു. അപ്പൊ കോഫിയായിട്ട് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് അവിടെ ഉണ്ടായിരുന്നു. ആദർശ് എഴുന്നേറ്റ് ഇതേ മോനെ കോഫി എന്ന് പറയണം, അതവിടെ വെച്ചേക്ക ആൻറ്റി എന്ന് പറയണം. അങ്ങനെ കോഫി എടുത്തിട്ട് തിരിയുമ്പോഴാണ് കനക കാഴ്ച കാണുന്നത്. ബെഡ് നിറച്ചും മുല്ലപ്പൂവ്. ഇന്നലെ താൻ കൊടുത്ത മുല്ലപ്പൂവാ ആദർശിന്റെ കയ്യില്. അത് മൊത്തം ബെഡ് വിതറിയിട്ടേക്കുക. നയനെ കുളിക്കാനും കയറിയേക്കുക. പെട്ടെന്ന് ആദർശിനോട് ചോദിച്ചു, അല്ല മോനെ ഇതെന്താ ഈ പൂവൊക്കെ ഇങ്ങനെ വിതറിയിട്ടേക്കുന്നേ? ഞാനിത് വിതറാൻ വേണ്ടി തന്നല്ലായിരുന്നു പറയണ. മോനിത് കട്ടിലെ മൊത്തം വിതറിയോന്ന് ചോദിക്കും. കൊള്ളാം എന്ന് പറയണ. ഒരാക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുക. ഇത് കണ്ടതും ആദർശിന് വല്ലാത്തൊരു ചമ്മല്. ആദർശം അങ്ങനെയൊന്നുമില്ല ആന്റി ഉദ്ദേശിച്ച പോലെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയണ. ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് ആദർശ് മോൻ എങ്ങനെ അറിയാവുന്നേ? അല്ല ആന്റി അത് പിന്നെ ഞാൻ ആദർശിന് ആകെപ്പാടെ ചമ്മലായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ. ആകെപ്പാടെ നാണം കേട്ട അവസ്ഥ. ആന്റി തന്നെ കുറിച്ച് എന്ത് കരുതി കാണും. താൻ പക്ഷെ പെട്ടെന്ന് ആ ഒരു ചിന്തയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ശരി അന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് നയനമോള് വരും കോഫി എടുത്ത് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇനി എന്ത് ചെയ്യും, അവള് കാരണം. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. താനാണല്ലോ ഇത് കൊണ്ടേ വെച്ച്. ഇന്നലെ രാത്രി താനാണ് അത് എടുത്ത് അവൾക്കിട്ട് എറിഞ്ഞതുകൊണ്ട്. പക്ഷെ ആ രാത്രിയിൽ ആ ഒരു ടെൻഷൻ കാണാൻ ചെയ്ത പരിപാടിയാ. പക്ഷെ ഇങ്ങനെ ആവുന്ന ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. ഈ സമയം നയനെ കുടി കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി വരുവാണ്. നയന വന്നപ്പം ആദർശ് ഇങ്ങനെ തല പോയി ആലോചിച്ചിരിക്കുക. എന്താ ആദർശേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ഇനിയിപ്പൊ എന്ത് പറ്റാനായിട്ടാ? കൂടുതലൊന്നും പറ്റാനില്ല. എന്താ നിന്റെ അമ്മ ഇവിടെ വന്ന്? അമ്മ വന്നാ? അമ്മ പോലെ കോഫിയും തരാൻ വന്നായിരിക്കും. അതൊന്നും അല്ല, നിന്റെ അമ്മ തെറ്റിദ്ധരിച്ചിട്ട് പോയേക്കുക. തെറ്റിദ്ധരിച്ചിട്ട് പോയി എന്തിനാ? അല്ലെ പൂവൊക്കെ ഇവിടെ വിതറിക്കിട്ട് കണ്ടപ്പോ അങ്ങനെ ഇപ്പൊ മനസ്സിലായെന്ന് പറയാം. അല്ല ആദർശേട്ടൻ അതിനെന്തിനു പേടിക്കണം എന്തിനാന്ന് ചോദിക്കും. അതിന് ആദർശേട്ടന് വല്ല കുഴപ്പമുണ്ടോ, നാണം വരുന്നുണ്ടെന്ന് ചോദിക്കും. ഒന്നുമില്ല. പിന്നെ ഇന്നലെ എന്തായിരുന്നു പരിപാടി രാത്രിയിലോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. സത്യം പറ ആദർശേട്ടാ. പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ. ഈ സമയത്ത് നയന പറഞ്ഞു, ഇവിടെ എന്തൊക്കെയോ സംസാരമായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മട്ടില്. എന്ത് പറ്റി രാത്രിയിൽ? ഞാൻ ഓർത്ത് ഇനിയിപ്പോ വല്ല പ്രേതബാധ കൂടിയതായിരിക്കും. എങ്ങനെ പ്രേതബാധ കൂടായിരിക്കും? നിന്നെ പോലെ രക്ഷിയുടെ കൂടെയല്ലേ കിടക്കുന്നേ. മിക്കവാറും പ്രേതം കൂടുതലായിരിക്കും എന്ന് പറയാം. അതെ ഇനിയിപ്പൊ എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് എന്ത് ചെയ്യാ കോഫി എടുത്തിട്ടും കൂടെ ഇറങ്ങി പോവാണ്. ഈ സമയം ആദർശോർത്തു, തനിക്കിത് എന്ത് പറ്റി? ഇന്നലെ രാത്രിയെ തൊട്ട് തുടങ്ങിയതാണല്ലോ. ആകെപ്പടം മനസ്സിനൊരു ടെൻഷൻ. നയനെ കാണുമ്പോൾ പണ്ടത്തെ പോലെ അല്ല, മുമ്പ് എങ്ങും ഇല്ലാത്ത പോലെ ഒരു ബുദ്ധിമുട്ടും വെപ്രാളും ഒക്കെ വരുന്നുണ്ട്. അവളോട് എവിടെയോ മനസ്സിന്റെ ഉള്ളൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവളെ കാണുമ്പോഴൊക്കെ അടുത്തിരിക്കാനും അവളോട് സംസാരിക്കാനും ഒക്കെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്താന്നൊരു ടെൻഷൻ ആദർശിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായി തീരും എന്തോ. ഇനിയിപ്പം നയനെ ആദർശം ഒന്നിക്കുമെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ ആദർശന്റെ സ്വഭാവം ഏതാണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.